ഇപ്പൊ സമയം രാവിലെ 7 മണി. ഞങ്ങള് വാനരപ്പടകളൊക്കെ കുളിച്ചൊരുങ്ങി റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി പോകുന്നത് അമ്പലത്തിലേക്കായിരിക്കുമല്ലോ, അല്ലാതെ പോകുന്നിടത്ത് കുളിച്ചു പോകേണ്ട ആവശ്യമില്ല. വിശേഷം എന്താണെന്ന് ഇയാള് പറയും. ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ അതാണ് കാര്യം. എന്റെ അച്ചൂട്ടന്റെ 6ാം പിറന്നാളാണ് കേട്ടോ ഇന്ന്. മഴയ്ക്കൊട്ടും കുറവില്ലാത്തോണ്ട് തന്നെ ഞങ്ങൾ ബസ്സിനാണ് വടകരയിൽ നിന്ന് വന്നത്. അതുകൊണ്ട് ഇവിടെ സ്കൂട്ടി ഇല്ല. പിന്നെ സ്കൂട്ടിയിൽ പോവാന്ന് തീരുമാനിച്ചാലോ ഇത്രയും പേരോട്ട് ഒതുങ്ങയില്ല. അതുകൊണ്ട് ഞങ്ങൾ തൊട്ടടുത്തുള്ള ഞങ്ങളുടെ സുന്ദരമാമന്റെ ഓട്ടോ വിളിച്ചിട്ടാണ് കേട്ടോ അമ്പലത്തിലേക്ക് പോകുന്നത്. അപ്പൊ മൂപ്പര് കറക്റ്റ് ടൈമിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഓരോരുത്തരായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അമ്പലത്തിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ ചെരുപ്പ് ഇട്ടിട്ട് പോകണ്ടെന്നാണ് ഇവിടുത്തെ ഒരു നിയമം. അതുകൊണ്ട് തന്നെ അവർ ചെരുപ്പ് ഇട്ടിട്ടില്ല. അപ്പോൾ ചെരുപ്പ് ഇടാണ്ട് വണ്ടി കയറിയ വണ്ടി ചളിയാവൂലേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺഫ്യൂഷനാണ് ഇപ്പൊ. അങ്ങനെ ഇത് എന്റെ നാത്തൂൻ സെറ്റും മുണ്ടൊക്കെ കൊടുത്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചെരുപ്പ് നിയമം നിങ്ങൾക്ക് ബാധകമല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിലെ ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടികളെ കൊണ്ട് ചെരുപ്പ് ഇടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതാണ് മെയിനും. ചെറിയ കുട്ടികളുള്ള അമ്മമാർക്ക് ഇത് ഹൈലി റിലേറ്റബിൾ ആയിരിക്കും. അങ്ങനെ ഇത് എല്ലാവരും കൂടെ ഒരുവിധം തിക്കി കയറിയിട്ടുണ്ട്. കുഞ്ഞോരു ഓട്ടോറിക്ഷയും അതിൽ 8 പേരും. അതുകൊണ്ട് തന്നെ അച്ചൂട്ടൻ ഫ്രണ്ടിലാണ് കേട്ടോ ഇരുന്നത്. ഭാഗ്യം സുന്ദരമാമനായതുകൊണ്ടൊന്നും പറഞ്ഞില്ല, വേറെ ആരാണെങ്കിൽ ഇറങ്ങി പോകാൻ പറഞ്ഞേനെ. അങ്ങനെ ഇതാ നമ്മൾ ടപ്പേന്ന് അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. ഈ ഒരു അമ്പലം ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് വീരാടൂർ ക്ഷേത്രം കേട്ടോ, ശിവക്ഷേത്രം. അപ്പൊ നമ്മൾ അന്ന് ഒരു ദിവസം ഇവിടെ ഉത്സവമായിരുന്നപ്പോൾ ഫുഡൊക്കെ കഴിക്കാൻ വന്നിട്ടുണ്ട്. ഓട്ടോയിൽ ഒതുങ്ങാത്തോണ്ട് തന്നെ അച്ഛൻ നടന്നിട്ടാണ് കേട്ടോ വന്നത്. അങ്ങനെ അച്ഛനെ കുറേ നേരം ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു. ഒരു ഭാഗ്യം എന്താന്ന് വെച്ചാൽ നമ്മൾ ഇറങ്ങുമ്പോഴോ അവിടെ എത്തുമ്പോഴോ ഒന്നും മഴയും ഉണ്ടായിരുന്നില്ല കേട്ടോ. അവിടെ ഷർട്ട് അയച്ചിട്ട് കയറണമായിരുന്നു. അപ്പോൾ മക്കളുടെ ഷർട്ടൊക്കെ കൂരി മാറ്റി. പിന്നെ അവരതാ കുറേ നേരം അവിടെ ഓടി കളിച്ചോണ്ടിരിക്കുകയായിരുന്നേ. പിന്നെ നമ്മളിതാ നേരെ തൊഴാനായിട്ട് പോയിട്ടോ. ഇത് വലിയ അമ്പലമാണ്, നല്ല രസമാണ് ഇവിടെ. നല്ലൊരു എന്തോ ഒരു മനസ്സുഖമാണ് ഇവിടെ വന്ന് തൊഴുമ്പോഴൊക്കെ. ഇത് എൻ്റെ നാത്തൂൻ്റെ മോളാണ് കേട്ടോ, പൊന്നൂസ് അതുല്യ കൃഷ്ണ എന്നാണ് പേര്. അപ്പോൾ അതാ ഞങ്ങൾ തൊഴുതു, ഞങ്ങൾക്ക് പ്രസാദമൊക്കെ കിട്ടി. അപ്പോൾ നമ്മളിതാ ചന്ദനമൊക്കെ വെച്ചിട്ടോ. നമുക്ക് ഈ പ്രസാദം കിട്ടുമ്പോൾ ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ വെളുത്ത കളറിലുള്ള പൂവുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യം, അതായത് പ്രാർത്ഥിച്ച കാര്യം നടക്കും എന്നാണ് കേട്ടോ പറയുന്നത്. അറിയില്ല, നോക്കാം. അപ്പോൾ ഇതാ ഈ അമ്പലത്തിന്റെ തൊട്ട് താഴെ തന്നെ നമുക്കൊരു അയ്യപ്പ ക്ഷേത്രം ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ അവിടെയും തൊഴുത് നെയ്വിളക്കൊക്കെ കത്തിച്ച് ഭസ്മവും കുങ്കുമവും ഒക്കെ തൊട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. പിന്നെ നമ്മൾ ഓട്ടോയ്ക്ക് വേണ്ടിയിട്ട് ഫുള്ള് വെയിറ്റിംഗ് ആയിരുന്നു. എന്നിട്ടാണെങ്കിൽ കണ്ണ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നിന്ന് അവസാനം ഓട്ടോ വന്നു. അപ്പോഴാ ഒരു സമാധാനമായത്. അങ്ങനെ അതാ ഓരോരുത്തരായിട്ട് പിന്നെയും ഓട്ടോയിലേക്ക് തന്നെ കയറി. എങ്ങനെയും വേഗം വീട്ടിലെത്തിയാൽ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ. പോകുമ്പോൾ അച്ചൂട്ടൻ ഫ്രണ്ടിൽ കയറിയതുകൊണ്ട് തന്നെ വന്നപ്പോൾ നന്ദൂട്ടനാണ് കേട്ടോ കയറിയത്. പിന്നെ ഇതാ വീടെത്തിയ പാട് ഭക്ഷണത്തിന്റെ മുകളിലേക്ക് ഒരു കമഴ്ന്ന് വീഴ്ചയായിരുന്നു. ഇത് പിന്നെ ഇന്നലെ ഉണ്ടാക്കിയ ചക്കപ്പുഴുക്കായിരുന്നു കേട്ടോ. പിന്നെ നല്ല മത്തി മുളകിട്ടതുണ്ടായിരുന്നു. അപ്പം അനിയൻ ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരത്ത് നിന്ന് വന്നത്. അപ്പം അവന് വേണ്ടിയിട്ട് എടുത്തു വെച്ചതായിരുന്നു കേട്ടോ. അതും കഴിച്ചു. പിന്നെ പുട്ടും ചെറുപയറും ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇതാ മിഠായി കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ എല്ലാവരും കൂടെ. അപ്പോൾ ഇതാണ് കേട്ടോ അച്ചൂട്ടൻ്റെ പുതിയ ഡ്രസ്സ്, ബർത്ത്ഡേ ഡ്രസ്സ്. അപ്പോൾ ഇതാ മിഠായിയൊക്കെ എടുത്ത് ഞങ്ങൾ ഇറങ്ങുമ്പോഴത്തേക്കും ചടപടാന്ന് മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ. പിന്നെ ഒരു രക്ഷയുമില്ല, പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മിഠായി വീട്ടിലുള്ളവർക്ക് തന്നെ ആദ്യം കൊടുത്തു. ഇത് പൊന്നുട്ടൻ, ഇത് നന്ദുട്ടൻ. ബെസ്റ്റ്, നല്ല രീതിയിലല്ലേ ഞാൻ പറഞ്ഞത്. ഇത് രണ്ടും നാത്തൂൻ്റെ ഇരട്ട കുട്ടികളാണ് കേട്ടോ, അജയ് കൃഷ്ണയും അഭയ് കൃഷ്ണയും. പിന്നെ ഇത് അവൻ വേഗം കൊണ്ടേ പാപ്പന് മുട്ടായി കൊടുത്തു. പിന്നെ ഇത് അച്ചമ്മയ്ക്ക് കൊണ്ടേ കൊടുക്കാൻ നോക്കിയപ്പോൾ അച്ചമ്മ നല്ല ചീത്ത അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. എന്താണെന്ന് വെച്ചാൽ ഇടത്തേക്ക് ആയതുകൊണ്ടാണ് കേട്ടോ അവൻ മിഠായി കൊടുത്തത്. പിന്നെ എല്ലാവരും ഉച്ചത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നേ. അങ്ങനെ ഒരുവിധമൊക്കെ ആയി, മഴയൊക്കെ ഏകദേശം കുറഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ ഇറങ്ങി മിഠായി കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഏകദേശം വീടുകളിലൊന്നും ആരും ഉണ്ടായിരുന്നില്ല, എല്ലാവരും രാവിലെ പണിക്ക് പോകുന്നവരല്ലേ. അതുകൊണ്ട് വൈകുന്നേരം കൊടുക്കാമെന്ന് വിചാരിച്ചു അവിടെ. പിന്നെ ഇതാ ഞങ്ങളുടെ നമ്മൾ ഓട്ടോ വന്നില്ലേ സുന്ദരമാമൻ, അവിടെ അങ്ങോട്ടേക്കാണ് കേട്ടോ പോയത്. അപ്പോൾ ഇത് അവിടെ മണിമാമൻ ഇരിക്കുന്നുണ്ടായിരുന്നു. ആദ്യത്തെ മിഠായി മണിമാമൻ തന്നെ കൊടുത്തേ. എനിക്ക് മുട്ടായിന്നേ വരുള്ളൂ മിഠായി. ഇതാണ് ഗൗരി കൃഷ്ണ. അപ്പോൾ സുന്ദരമാമൻ്റെ 2ാമത്തെ മോളാണ് കേട്ടോ ഗൗരി കൃഷ്ണ. 3 കുട്ടികളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഫസ്റ്റത്തെ ആള് നന്ദകൃഷ്ണ. ഇതാണ് 3ാമത്തെ ആള് കേട്ടോ. 3ാമത്തെ ആള് ശിവഗംഗ എന്നാണേ. നമ്മുടെ ഓട്ടോയുടെ പേരും അതാണ് കേട്ടോ, ശിവഗംഗ. അപ്പോൾ മോക്കും കൊടുത്തു മിഠായി. ഹാപ്പി ബർത്ത്ഡേ ഒക്കെ വിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. താങ്ക് യു ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ആള് മുഖത്തൊന്നും നോക്കുന്നൊന്നുമില്ല. പിന്നെ ഇത് അവിടുത്തെ അമ്മമ്മയാണേ, ആ അമ്മയ്ക്കും കൊടുത്തു. ഇതും നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു കുട്ടിയാണ് കേട്ടോ. അവിടെയും കൂടെ മിഠായി കൊടുത്തതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയേ. ഇനിയിപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുണ്ട് കുറച്ച് വീട്, അവിടെയും കൂടെ നമുക്ക് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാവേ. അപ്പോൾ ഇവിടെയുണ്ട് 3 കുട്ടികൾ. ഒരാളുടെ പേര് അമ്പാടി എന്നാണ്, ചെറിയ മോനാണ് കേട്ടോ. അവനാണെങ്കിൽ വിളിച്ചിട്ട് വരുന്നേ ഉണ്ടായിരുന്നില്ല, ഭയങ്കര മടിയായിരുന്നു വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ കൊടുത്തു. പിന്നെ ഇവിടെയുണ്ട്. ഇതൊക്കെ നമ്മുടെ അയൽവാസികളാണ് കേട്ടോ. പിന്നെ അവർക്ക് കൊടുത്തു. അവിടെയുണ്ട് ഒരു കുഞ്ഞി മോനെ, അവനും കൊടുത്തു. പിന്നെ അച്ചൂട്ടൻ്റെ കുഞ്ഞിതായിരുന്നപ്പോൾ അവൻ്റെ കൂടെ കളിക്കുന്ന ഒരു കുട്ടിയും കൂടെ ഉണ്ട് ഇവിടെ, കുഞ്ഞാവാന്നാണ് കേട്ടോ അവൻ്റെ പേര്. അവനൊക്കെ ഇപ്പോൾ ആൾ വലുതായി പോയി, ഭയങ്കര നാണോ മടിയൊക്കെ ആയിരുന്നു. അവിടെ കോലുമുട്ടായും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അവനും കൊടുത്തു കേട്ടോ. അതിനുശേഷം നമ്മൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ നമ്മൾ അടുപ്പിലൊക്കെ വെച്ചിട്ട് പോയ മട്ടനൊക്കെ ഏകദേശം റെഡിയായി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല സിമ്പിളായിട്ട് നല്ല നാടൻ രീതിയിൽ വെച്ചിട്ടുള്ള മട്ടൻ കറിയാണേ. പക്ഷേ ഇതിൻ്റെ റെസിപ്പിയും ഇതിൻ്റെ കുക്കിങ്ങൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ നമുക്ക് നടന്നില്ല. പിന്നെ ചോറും ഉപ്പേരിയും പിന്നെ ചെറിയൊരു സാമ്പാർ, വറുത്തരച്ച സാമ്പാറൊന്നുമല്ല,
പൊടി സാമ്പാർ തന്നെയാണ്. പിന്നെ പപ്പടം ഇത്രയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയത്. പിന്നെ ഇതാ ഞാനൊരു സേമിയ പായസം കൂടെ വെക്കാമെന്ന് വിചാരിച്ചു. ആരവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സേമിയ പായസം. അപ്പം ഞാനിത് ആദ്യം ചെയ്ത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പഞ്ചസാര ഒന്ന് ജസ്റ്റ് കാരമലൈസ് ചെയ്തിട്ട് അതിൽ പാലൊക്കെ തിളപ്പിച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ വെച്ചത്. എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെയാണ് കേട്ടോ പായസം വെച്ചത്. അപ്പോൾ നമുക്ക് നെയ്യ് കിട്ടാൻ കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു പായസമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമുക്ക് നെയ്യ് കിട്ടിയത്. അപ്പോഴത്തേക്കും ഇതാ അപ്പോൾ നെയ്യൊക്കെ കൊണ്ടുവന്ന് പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ അതിലേക്ക് നന്നായിട്ട് വറുത്തൊക്കെ ഇട്ട് പിന്നെ കുറച്ച് നെയ്യൊക്കെ ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് അല്ലേ, ആ നെയ്യിൻ്റെ കുറച്ചും കൂടെ ഫ്ലേവർ നന്നായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ നെയ്യൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ വൈകുന്നേരം പായസം ആക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ വിചാരിച്ച എന്തായാലും ഉച്ചയ്ക്ക് ചോറ് കഴിച്ചതിന് ശേഷം എല്ലാവർക്കും കൊടുക്കാമെന്ന്. അധികം പുറത്തുനിന്ന് നമുക്ക് ആരും ഇല്ല കേട്ടോ, നമ്മൾ അധികം ആൾക്കാരെയൊന്നും ആരെയും ക്ഷണിച്ചിട്ടില്ല, നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ എല്ലാവരും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു, മാമന്മാരെയും ചെറിയമ്മയും അവരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ ഭയങ്കര മഴയുമാണ്, എല്ലായിടത്തും വെള്ളമൊക്കെ കയറി നിന്നിട്ട് വരാനൊക്കെ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. ഇതിപ്പോൾ 1 ലിറ്റർ പാലിൽ വെച്ച പായസമാണ് കേട്ടോ. അങ്ങനെ ഇതാ പായസമൊക്കെ റെഡിയായി സെറ്റായിട്ട് വന്നു. അതവിടെ നമ്മൾ അടച്ചു വെച്ചു. അപ്പോൾ ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചതിന് ശേഷം പായസം കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ പിന്നെ നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ സമയമായിട്ട് അപ്പോൾ ഒരു ഇലയൊക്കെ കൊണ്ടുവന്നിട്ട് മോനൊക്കെ വിളമ്പിയൊക്കെ കൊടുത്തു. പക്ഷെ അവൻ സാമ്പാറും ഉപ്പേരിയും പപ്പടം ഒന്നും കഴിച്ചില്ല. അവൻ ഇതാ ജസ്റ്റ് മട്ടൻ്റെ കറിയും ചോറും മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളേ. കണ്ണ് ഫുള്ള് ടി വിയിലാണ്. ടി വിയിൽ കൊച്ചു ടി വി വെച്ചിട്ടുണ്ട്, ബാലവേറ്. അപ്പോൾ പിന്നെ അതിലാണ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്, ഒന്നും അറിയുന്നില്ല ചുറ്റും നടക്കുന്നതൊന്നും. അങ്ങനെ എന്താ പുതിയ ഡ്രസ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈറ്റ് ഷർട്ടും ബ്ലൂ ജീൻസും ഒക്കെ ഇട്ടിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നേ. ആ ഫോട്ടോ എടുത്ത് കഴിയിൽ മറിഞ്ഞ ഒരൊറ്റ വീഴ്ച, ഡ്രസ്സിൽ ഫുള്ള് ചളിയായിരുന്നു കേട്ടോ. അങ്ങനെ എനിക്ക് ആ ഡ്രസ്സ് ഇട്ട് ഫോട്ടോ എടുക്കേണ്ടതിൻ്റെ പുതിയ മാറി എല്ലാം മാറി ഞാൻ നേരെ അത് അയച്ചു വെപ്പിച്ചിട്ടോ. അങ്ങനെ ഇതാ പിന്നെ അമ്പലത്തിലേക്ക് പോയപ്പോൾ ഇട്ട ഡ്രസ്സാണ് കേട്ടോ പിന്നെ ഇട്ട് കൊടുത്തത്. അപ്പോൾ വൈകുന്നേരം കേക്ക് മുറിക്കുമ്പോൾ പുതിയ ഡ്രസ്സ് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും ചെറിയമ്മേൻ്റെ മോന് അപ്പൂസും വന്നിട്ടുണ്ടായിരുന്നേ. ഇതാ വരില്ല എന്ന് വിചാരിച്ച ഒരാൾ വന്നിട്ടുണ്ട്. ഇത് മാമൻ്റെ മോളാണ് കേട്ടോ. പിന്നെ ഇതാ അപ്പോൾ വരില്ല എന്ന് വിചാരിച്ച ആൾക്കാരൊക്കെ വന്നതുകൊണ്ട് തന്നെ ചോറ് കുറവായിരുന്നു. അപ്പോൾ പിന്നെ ഇതാ ഉള്ള ചോറ് നമ്മൾ കറിയും ഏകദേശം തീരുമാനമായിട്ടുണ്ടായിരുന്നു കേട്ടോ, മട്ടൻ കറി. അപ്പോൾ ഞാനിതാ ഉള്ള ചോറ് നല്ല റേഷൻ അരിൻ്റെ ചോറ് മട്ടൻ വെച്ച ചട്ടിയിലേക്ക് ഇട്ടിട്ട് നല്ലോണം പെരക്കിയിട്ട് തിന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ തന്നെ വെച്ച കറിയായിരുന്നേ. എന്താ പോർക്കിൻ്റെ കൂടെയൊക്കെ നമ്മൾ കായിട്ട് പച്ചക്കായിട്ട് വെക്കുമല്ലോ, അതുപോലെ തന്നെ മട്ടൻ്റെ കൂടെ കായിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ നെയ്യൊക്കെ ആ കായിലൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾ വെച്ചിട്ടില്ലെങ്കിൽ അതുപോലെ വെച്ച് നോക്കും കേട്ടോ. അങ്ങനെ ഇതാ നമ്മളും ഇരുന്നേ, ഞാനും നാത്തൂനും അമ്മയൊക്കെയാണ്, നമ്മളൊക്കെയാണ് ലാസ്റ്റ് ഇരുന്നത്. അങ്ങനെ നമ്മളും വേഗം ഫുഡൊക്കെ കഴിച്ചു. ചോറ് അധികം ഇല്ലാത്തതുകൊണ്ട് തന്നെ പിന്നെ ഇന്നലെ നമ്മൾ രാത്രി വെച്ചിട്ടുണ്ടായിരുന്ന ചക്കപ്പുഴുക്കില്ലേ അതും ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ കൂട്ടിയിട്ട് എല്ലാവരും കൂടെ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് കഴിച്ചു. പിന്നെ മാമ നിന്നില്ല, അവളെ കൊണ്ടാക്കിയിട്ട് മാമൻ വേഗം തന്നെ പോയിട്ടോ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് വടകര മട്ടനൊന്നും അങ്ങനെ കിട്ടാത്തതുകൊണ്ട് തന്നെ വല്ലപ്പോഴും ഒക്കെ കിട്ടാറുള്ളൂ. അപ്പോൾ നിലമ്പൂർ വന്നാലാണ് ഒരു സമാധാനത്തോടെ നല്ലോണം ആസ്വദിച്ചിട്ട് മട്ടനൊക്കെ കഴിക്കാൻ പറ്റുക. അങ്ങനെ ഇതാ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ലോഡ് പാത്രങ്ങൾ ഉണ്ടായിരുന്നു കഴുകാൻ വേണ്ടിയിട്ട്, അതൊക്കെ കഴുകി വെച്ചു. പിന്നെ ഫുഡ് കഴിച്ചതിൻ്റെ ക്ഷീണത്തിൽ ഒരു ഉറക്കമൊക്കെ പാസ്സാക്കിയതിന് ശേഷം 3:30-4 മണിക്കാണ് കേട്ടോ എണീറ്റത്. അപ്പോൾ നമുക്കിതാ രാവിലെ പണിക്ക് പോയവരുടെ വീട്ടിലൊക്കെ നമുക്ക് ഇനിയും പോകാനുണ്ട് മിഠായിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ സമയം വൈകുന്നേരം ആയിട്ടുണ്ട്, എല്ലാവരും വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അവിടെയും കൂടെ കൊടുത്തിട്ട് തരാം. രാവിലെ ഇവിടെ വന്നപ്പോൾ ഒരാൾ ട്യൂഷന് പോയിട്ടുണ്ടായിരുന്നു, ഒരാൾ ഇവിടെ ഇല്ലായിരുന്നു, അമ്മേൻ്റെ കൂടെ പോയതായിരുന്നു. പിന്നെ ഇപ്പോൾ വന്ന് നോക്കുമ്പോൾ 2 ആളുണ്ട്. അപ്പോൾ അത് അവർക്ക് മിഠായി കൊടുത്തു കേട്ടോ. പിന്നെ ഇത് സുനിതേച്ചിയാണ്, നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഈ വീടുള്ളത്. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറേ കഥയൊക്കെ പറഞ്ഞു കേട്ടോ അതിന് ശേഷം അവിടുന്ന്. കാരണം കഴിഞ്ഞ പ്രാവശ്യം കൊട്ടിയൂർ പോയി വന്നതിന് ശേഷമാണ് കേട്ടോ അച്ചൂട്ടൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തേ. ഞങ്ങളെല്ലാവരും കൂടെ ട്രാവലറിൽ കുറേ പേര്, നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കൊട്ടിയൂർ പോയത്. അപ്പോൾ ഇപ്രാവശ്യം വൈകിട്ടാണല്ലേ കൊട്ടിയൂരുള്ള. അപ്പോൾ ഇപ്രാവശ്യം എന്താ ചെയ്യുക, നമ്മൾ നമുക്ക് പോകണ്ടേ അടിച്ചു പൊളിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ ഇതാ നമ്മൾ അടുത്തത് ഓമനമ്മയുടെ വീട്ടിലാണ് ഉള്ളത്. അപ്പോൾ ഇത് അവിടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല, അമ്മായി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ മിഠായി കൊടുത്തതിന് ശേഷം താഴത്തെ വീട്ടിൽ നമുക്ക് 2 പേരുണ്ട്, കിച്ചു സച്ചു. അവിടെയും കൂടെ മിഠായി കൊടുത്തതിന് ശേഷം കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. എല്ലായിടത്തും നമ്മൾ കൊടുത്തു കേട്ടോ. അപ്പോൾ മിഠായി ഇതാ 100 എണ്ണമാണ് വാങ്ങിയത്, എന്നാലും ഇവർ കുറേ കഴിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഇതാ സമയം വൈകുന്നേരമായി. അപ്പോൾ നമ്മളുടെ ചെറിയ രീതിയിലൊക്കെ ഒന്ന് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. 6ാം പിറന്നാളൊക്കെ ഇത്ര ആഘോഷമാക്കണമെന്ന് മനസ്സിൽ വിചാരിക്കുന്നവർക്ക് ഒരു കാര്യം കാണിച്ചു തരാം. ഈ ഫോട്ടോ കണ്ടോ, ഇത് കഴിഞ്ഞ വർഷത്തെ, അതായത് 5ാം പിറന്നാളിൻ്റെ ബർത്ത്ഡേൻ്റെ സെലിബ്രേഷനിൽ എടുത്ത ഫോട്ടോ ആണ്. അതിൻ്റെ ബാക്കിലുള്ള ഡെക്കറേഷൻ കണ്ടോ, ഇത് അപ്പം മുതലേ വാങ്ങി വെച്ചതാണ് കേട്ടോ. ഇനി ഈ ഫോട്ടോ ഒന്ന് നോക്കിക്കേ. ഇത് 4ാം പിറന്നാൾ ആഘോഷത്തിൻ്റെ ഫോട്ടോ ആണ്. ഇതിൻ്റെ ബാക്കിലുള്ള ഡെക്കറേഷൻ നിങ്ങൾ നോക്കിയാൽ മതി, അത് തന്നെയാണ് സെയിം, ഒരു മാറ്റവും ഇല്ല. ഇനി ഈ കേക്ക് ഉണ്ടല്ലോ, ഇത് ബ്ലൂബെറി കേക്ക് ആയിരുന്നേ, നല്ല ടേസ്റ്റുള്ള കേക്ക് ആയിരുന്നു. അപ്പോൾ എല്ലാ പ്രാവശ്യം പോലെ തന്നെ ഈ സെലിബ്രേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഡെക്കറേഷൻ്റെ സാധനം കവറിലിട്ടിട്ട് സേഫ് ആയിട്ട് അലമാരൻ്റെ ഉള്ളിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത വർഷത്തേക്ക് ഇത് ഉപയോഗിക്കാണ്ടിരിക്കണമെങ്കിൽ ഞാൻ വല്ല തോട്ടിലോ പുഴയിലോ എങ്ങനെ എടുത്തത് കളയേണ്ടി വരും. അല്ല, അങ്ങനെ ചെയ്തിട്ടും കാര്യമില്ല. ഒരു ദിവസത്തെ സെലിബ്രേഷന് വേണ്ടി നമ്മൾ ഇത്രയും പൈസ ചിലവാക്കേണ്ട കാര്യമില്ലല്ലോ. അതുമല്ല, കെട്ടിയൻ്റെ പോക്കറ്റിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് 5ഉം 10ഉം ഒക്കെ ആയിട്ട് അടിച്ചു മാറ്റാനും പറ്റുള്ളൂ. ഏത് അങ്ങനെ എൻ്റെ വീഡിയോ എടുപ്പ് കണ്ടപ്പോൾ എൻ്റെ കെട്ടിയവനൊരു ഡയലോഗ്,
ബർത്ത്ഡേ സെലിബ്രേഷൻ ഏറ്റവും കൂടുതൽ അത്യാവശ്യം എനിക്കാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൊടുത്ത മറുപടിയാണ് കേട്ടോ അത്. എൻ്റെ നോട്ടം ഭാവം കണ്ടപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അത് കഴിഞ്ഞ് ഇനി അടുത്ത ചടങ്ങ് മെഴുകുതിരി കത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കുറേ കുഞ്ഞു കുഞ്ഞു മെഴുകുതിരി തന്നിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെയൊക്കെ ആവശ്യം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ ഇതാ ഒരു സന്തോഷത്തിന് വേണ്ടി അതൊക്കെ കത്തിച്ചു. ഇത് ഞങ്ങളുടെ താഴത്തെ വീട്ടിലുള്ള അച്ഛയാണ് കേട്ടോ. പിന്നെ അച്ഛമ്മ 6:30 ആകുമ്പോഴത്തേക്കും ചോറ് നിന്ന് പോയി കിടന്നുറങ്ങുന്ന ആളാണ്. ഉറങ്ങുന്നതിന് മുന്നേ വേഗം വിളിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. പിന്നെ താഴത്തെ വീട്ടിലെ ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവും എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ച് ഒരു പ്രത്യേകത കൂടി ഉണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 28-ാം തീയതി നാത്തൂൻ്റെ ബർത്ത്ഡേ കൂടെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് നാത്തൂനും കൂടെ ഒരു സർപ്രൈസ് കൊടുത്തു. ഞങ്ങൾ കേക്കിൽ നാത്തൂൻ്റെ പേരൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഷിജിമോൾ എന്നാണ് പേര്. അപ്പോൾ രണ്ടാളും കൂടെയാണ് കേട്ടോ, അമ്മായിയും മരുമോനും കൂടെയാണ് കേട്ടോ കേക്കൊക്കെ മുറിച്ച്. എന്തായാലും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി കേട്ടോ. ചേച്ചി പറഞ്ഞാൽ ജനിച്ചിട്ട് ഇത്ര കാലമായിട്ട് ഇങ്ങനെ ഒരു കേക്ക് മുറിച്ചിട്ടില്ലാന്ന്. അപ്പോൾ എന്തായാലും രണ്ടാളും കൂടെ കേക്കൊക്കെ മുറിച്ചിട്ടുണ്ട്. അച്ചട്ടനും അതുപോലെ തന്നെയാണ്, ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അമ്മൂച്ചിനോട്. അമ്മൂ എന്നാണ് കേട്ടോ വീട്ടിൽ വിളിക്കുക ചേച്ചീനെ. അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അവന്. നാത്തൂനുണ്ടെങ്കിൽ ചേച്ചി മതി ശരിക്കും പറഞ്ഞാൽ, അവൻ നിന്നോളൂ എത്ര വേണമെങ്കിലും, അത്രയ്ക്ക് ഇഷ്ടം. രണ്ടാളും ഭയങ്കര ക്ലോസ് ആണ്. അപ്പോൾ രണ്ടാളും കൂടെ കേക്കൊക്കെ മുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വായിലൊക്കെ വെച്ചൊക്കെ കൊടുത്തു. അങ്ങനെ അച്ചമ്മയ്ക്ക് വേഗം പോയി കിടന്നുറങ്ങണമായിരുന്നു. അതുകൊണ്ട് തന്നെ അച്ചമ്മ വേഗം ഒരു പീസ് അവൻ്റെ വായിൽ വെച്ച് കൊടുത്തു. ഫുൾ ക്രീം ആയതുകൊണ്ട് തന്നെ അവന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ക്രീം ഒരുപാട് കഴിച്ച് രാത്രി ഒരുപാട് ഛർദ്ദിക്കുകയൊക്കെ ചെയ്തു. ശേഷം അച്ഛൻ കൊടുത്തു. അങ്ങനെ ഓരോരുത്തരായിട്ട് വന്നിട്ട് കേക്കൊക്കെ അവൻ്റെ വായിലൊക്കെ വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടോ. അവനും വായിൽ വെച്ച് കൊടുത്തു ഒരു പീസ്. പക്ഷെ മുഖത്തേക്ക് നോക്കുന്ന പോലെ ഉണ്ടായിരുന്നില്ലേ. പിന്നെ ഇത് അച്ഛൻ്റെ ചേട്ടനാണ് കേട്ടോ, വല്യച്ഛനാണ്. വല്യച്ഛന് വെച്ച് കൊടുത്തു. പിന്നെ അടുത്തത് ഞങ്ങൾ ഡാഡി മമ്മിയും വന്നിട്ട് ഞങ്ങൾ രണ്ടാളും കൂടെ ജസ്റ്റ് ഒന്ന് കേക്ക് മുറിക്കുന്ന പോലെയൊക്കെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു. അതിന് ശേഷം ഞങ്ങൾ കേക്കൊക്കെ വെച്ചെടുത്തു. ജന്മം ചെയ്തിട്ട് ഞങ്ങൾക്ക് 2 പേർക്കും അവൻ വായിലേക്ക് തന്നതേ ഇല്ല. എന്താണെന്നറിയില്ല സംഭവം. അവന് കേക്ക് മടുത്തു ശരിക്കും പറഞ്ഞാൽ. ഒരു മധുരം മത്ത് പിടിച്ച് മതിയമ്മേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ജസ്റ്റ് 2-3 ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം പിന്നെ പൊന്നൂസ് വന്നു. പൊന്നൂസ് കൊടുത്തു കേട്ടോ. പിന്നെ ആദ്യം നന്ദൂട്ടം കൊടുത്തു. നന്ദൂട്ടം കേക്ക് കൊടുത്തതിന് ശേഷം മുഖത്ത് ക്രീമും കൊണ്ട് വരച്ചൊക്കെ കൊടുത്തുട്ടോ. അതൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ഇത് മൂത്താള് പൊന്നൂട്ടൻ. അപ്പോൾ പൊന്നൂട്ടനും കൊടുത്തു. അതിന് ശേഷം ശിവപ്രകാശങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോയിൽ. അവൻ്റെ പാപ്പനാണ് കേട്ടോ അച്ചൂട്ടൻ്റെ. അവനും കൊടുത്തു. അതിന് ശേഷം താഴത്തെ വീട്ടിലേത് അനിതേച്ചിയാണ്. ഞങ്ങളെ സ്വന്തം ചേച്ചീനെ പോലെ തന്നെയാണ് കേട്ടോ. അനിതേച്ചി കൊടുത്തു. സുരേഷ് ഏട്ടനാണ്, അനിതേച്ചിയുടെ ഭർത്താവാണ് കേട്ടോ. അങ്ങനെ മായമോളും വന്ന് കേക്കൊക്കെ കൊടുത്ത് കുറേ ക്രീം അവൻ്റെ മുഖത്തൊക്കെ വാരി തേച്ചിട്ടാണ് അവളും പോയത്. അങ്ങനെ എല്ലാവരും കേക്കൊക്കെ കൊടുത്തു. എല്ലാവർക്കും നല്ല സന്തോഷമൊക്കെ ആയിട്ടോ. പിന്നെ ഒരു പ്ലേറ്റ് കൊണ്ടുവന്ന് മുറിച്ച് കേക്കൊക്കെ മുറിച്ച് കഷ്ണങ്ങളാക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടിരിക്കുകയായിരുന്നേ. അങ്ങനെ കേക്കൊക്കെ മുറിച്ച് എല്ലാവർക്കും കൊടുത്തു. ആദ്യം കൊടുത്തത് നമ്മൾ അച്ചമ്മയ്ക്കാണ് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ അച്ചമ്മ നേരത്തെ ഉറങ്ങുന്നതാണ്. അപ്പോൾ അച്ചമ്മയ്ക്ക് ഇങ്ങനെ ഉറക്കമില്ല, വയ്യ, ക്ഷീണാണെന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ അവിടെ നിന്ന്. അങ്ങനെ അച്ചമ്മ ഒരു കഷ്ണം കേക്കൊക്കെ കഴിച്ചു. പിന്നെ എല്ലാവർക്കും കൊടുത്തതിന് ശേഷം ഞാനും ഒരു പീസ് എടുത്ത് കഴിക്കാൻ നോക്കി. ബട്ടർ സ്കോച്ചിൻ്റെ കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ റെയിൻബോ കേക്കിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. പക്ഷെ നമുക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ബർത്ത്ഡേൻ്റെ കുറേ മുന്നേ എൻ്റെ മനസ്സിലൊരു തീമൊക്കെ ഉണ്ടായിരുന്നു. ജസ്റ്റ് സ്പൈഡർമാൻ്റെ ഒരു തീമൊക്കെ ആക്കിയിട്ട് ഒരു കേക്കൊക്കെ ഉണ്ടാക്കണമെന്ന്. അപ്പോൾ നമ്മുടെ വടകരയുള്ള അയനേച്ചി ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കേക്ക് ഉണ്ടാക്കുകയും ചെയ്യും. പക്ഷേ നമ്മൾ ഇവിടെ ആയിപ്പോയില്ലേ, എന്ത് ചെയ്യാനാ. അല്ലെങ്കിൽ അയനേച്ചിനെ കൊണ്ട് തന്നെ നമുക്ക് കേക്ക് ഉണ്ടാക്കിപ്പിക്കായിരുന്നു. അപ്പോൾ തരക്കേടില്ല, ഭയങ്കര ക്രീമും കളറും ഒക്കെ ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയ ക്രീമൊന്നും അങ്ങനെ ഇഷ്ടമല്ല. എന്നാലും ഞാൻ കഴിച്ചിട്ടുണ്ട്. അത്യാവശ്യം 2-3 പീസായിട്ട് കഴിച്ചു കേട്ടോ. കുഴപ്പമില്ല, മോശമില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു. വലിയ ഇതൊന്നും പറയാനില്ല, എന്നാലും അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ പിള്ളേർ ബലൂൺ കൊണ്ട് കുറേ നേരം കളിക്കുകയായിരുന്നു. അപ്പോൾ ഇത് നന്ദൂട്ടനാണ് കേട്ടോ. അത് പൊന്നൂട്ടൻ. രണ്ടാളും ഏകദേശം ഒരുപോലെയാണ്. പക്ഷെ എന്നാലും ഞങ്ങൾക്കൊക്കെ കണ്ടാൽ വേഗം മനസ്സിലാവും. പുറത്തുള്ളവർക്കൊക്കെ ഒന്ന് കണ്ടാലും മനസ്സിലാവില്ല കേട്ടോ പെട്ടെന്ന്. രണ്ടാളും എന്നെ കുഞ്ചമ്മ തന്നെയാണ് കേട്ടോ വിളിക്കുക. കുഞ്ചമ്മ എന്താ ഞങ്ങളൊന്നും വീഡിയോ എടുക്കാത്തതെന്ന് മനസ്സിലായി. പിന്നെ ഇത് അനിതേച്ചി നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും. അപ്പോഴത്തേക്കും കേക്കൊക്കെ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ഇത്രത്തോളം ബാക്കി വന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ കേക്കൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ പായസം നമ്മളൊക്കെ നേരത്തെ ഓൾറെഡി കഴിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ അനിതേച്ചിക്കും ചേട്ടനും പായസമൊക്കെ എടുത്തു കൊടുത്തു. അവർ മാത്രമേ കുടിക്കാത്തുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ബാക്കി എല്ലാവരും കഴിച്ചതായിരുന്നു. പിന്നെ അവർക്കൊക്കെ പായസം എടുത്തു കൊടുത്തു. സംഭവം പായസം കണ്ടാൽ കളറ് നോക്കുമ്പോൾ പാലട പായസമാണെന്ന് വിചാരിച്ചെങ്കിലും പക്ഷെ ഞാൻ എല്ലാവരെയും പറ്റിച്ച് കുടിച്ചപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത് അത് സേമിയ പായസമാണെന്നേ. ഇവർ പിന്നെ കുറച്ച് വൈകിയാണ് വന്നത്. അങ്ങനെ അവർക്കും കേക്കും പായസമൊക്കെ കൊടുത്തു കേട്ടോ. അതിനുശേഷം നമ്മൾ രാത്രിത്തേക്ക് ഫുഡ് ഓർഡർ ചെയ്യാണ് കേട്ടോ ചെയ്തത്. നമ്മൾ ഉണ്ടാക്കാനൊക്കെ ആയിരുന്നു പ്ലാന്. പിന്നെ വിചാരിച്ചു ഓർഡർ ചെയ്യാമെന്ന്. അങ്ങനെ മന്തി റൈസും അൽഫാമും ആണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും അത് കഴിച്ചു. അപ്പോൾ പിള്ളേർക്ക് കുബൂസ് വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര കൊതിയായിരുന്നു. അപ്പോൾ കുബൂസും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ പിള്ളേർക്ക് മാത്രം ഒരു 5 എണ്ണം. അങ്ങനെ അവർ ആദ്യം അത് കഴിച്ചു. പിന്നെ അത്യാവശ്യം തന്നെ നല്ല രീതിയിലുണ്ടായിരുന്നു. നമ്മൾ 2 ഫുൾ മന്തിയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. നമ്മുടെ നിലമ്പൂർ തന്നെയുള്ള ഫർസ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കേട്ടോ ഫുഡ് ഓർഡർ ചെയ്തിരുന്നത്. നല്ല ഫുഡാണ് കേട്ടോ അവിടുത്തെ. ഏകദേശം
ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഇങ്ങനെ എന്തെങ്കിലും പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങാറുണ്ട്. അങ്ങനെ വാങ്ങുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ എന്താക്കിയെന്ന് വെച്ചാൽ അൽഫാമിൻ്റെ കവർ ഉണ്ടല്ലോ, അതിൽ ഫുള്ള് ഗ്രേവി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ കുറച്ച് ചോറിട്ടിട്ട് ഇളക്കിയിട്ട് അതാണ് എൻ്റെ കയ്യിലൊക്കെ. അപ്പോൾ അങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുത്തതാണ് കേട്ടോ. പിന്നെ ഇതാ നന്ദൂട്ടന് കുബൂസ് കഴിച്ച് മടുത്തപ്പോൾ അവൻ്റെ ഒരു കഷ്ണം കുബൂസ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് മയോണൈസ് അൽഫാമൊക്കെ കൂട്ടി നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കേക്ക് മുറിക്കുന്നതിലും ഫുഡ് കഴിക്കുന്നതിലൊന്നും അമ്മ ഇല്ലാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ അമ്മ അപ്പോഴത്തേക്കും പീരീഡ്സ് ആയിട്ടോ. അപ്പോൾ അമ്മയ്ക്ക് ഇവിടെ ഇങ്ങനെ പീരീഡ്സ് ആയിട്ടുള്ള ഒരുമിച്ച് നിൽക്കാൻ പറ്റില്ല, വേറെ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ അമ്മ പുറത്താണിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് അമ്മ വീഡിയോയിലൊന്നും പിന്നെ ഇല്ലാതിരുന്നത്. അങ്ങനെ ഇതാ പിന്നെ ഞാനും നാത്തൂനും ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് തന്നെ ഇരുന്നിട്ടാണ് കേട്ടോ കഴിച്ചത്. 2 ഫുള്ള് മന്തി ആയതുകൊണ്ട് തന്നെ റൈസ് ഒരുപാട് ബാക്കി ഉണ്ടായിരുന്നേ. റൈസ് പിറ്റേ ദിവസത്തേക്കും ബാക്കി ഉണ്ടായിരുന്നു കുറേ. പിന്നെ ഞങ്ങൾക്ക് പിറ്റേ ദിവസം തന്നെ വടകരയ്ക്ക് പോകണമായിരുന്നു, സ്കൂളൊക്കെ തുറക്കാനായതുകൊണ്ട് തന്നെ. അപ്പോൾ ഞങ്ങളിതാ ഒരുമിച്ച് കുറേ വർത്താനമൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ആ ഫുൾ ഡേ നല്ല അടിപൊളിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. കുറേ പേരുടെ കുറവുണ്ടായിരുന്നു. ഉണ്ണിക്കുട്ടനില്ല, അമ്പിളിക്കുട്ടിയില്ല, ആരും ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും കൂടെ വരാൻ പറ്റിയില്ല കേട്ടോ, ഓരോ തിരക്കായതുകൊണ്ട് തന്നെ. അനിയനാണെങ്കിലും തിരുവനന്തപുരത്തേക്ക് നാളെ തന്നെ തിരിച്ചു പോകണമായിരുന്നു. അതുകൊണ്ട് എല്ലാവരും കൂടി ഇങ്ങനെ ഒത്തുകൂടി കിട്ടുന്ന നിമിഷം വളരെ കുറവാണ് കേട്ടോ. നമുക്ക് വല്ലപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ അവസരം കിട്ടാറുള്ളൂ. ഇനിയിപ്പോൾ അമ്മു ചേച്ചീൻ്റെ അവരും ഞായറാഴ്ച തന്നെ പോവും. സ്കൂൾ തുറക്കേണ്ടതുകൊണ്ട് അവരിനി എൽ കെ ജി കഴിഞ്ഞ് ഇനി അവർ UKG പൊന്നൂസ് ഇനി 5ാം ക്ലാസ്സിലേക്കാണ്. അപ്പോൾ അവർക്കും പോകണം, തിരക്കാണ്. രണ്ടാൾക്കും ബുക്കും കാര്യങ്ങളൊക്കെ ശരിയാക്കണ്ടേ. അങ്ങനെ ഇതാ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും ആവശ്യത്തിൽ കൂടുതലും കഴിച്ചിട്ടുള്ള ഒരു ക്ഷീണത്തിലിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ കഴിച്ച് ഇലയൊക്കെ വടിച്ച് നല്ല ക്ലിയറാക്കി വെച്ചിട്ടുണ്ട് എല്ലാവരും. അപ്പോൾ ഇലയിൽ കഴിച്ചതുകൊണ്ട് തന്നെ ഒരുമാതിരി പാത്രങ്ങളൊന്നും നമുക്ക് കഴുകാനില്ല, കുറച്ച് പാത്രങ്ങളേ ഉള്ളൂ. അങ്ങനെ കുഞ്ചമ്മ മാത്രം എന്താ വീഡിയോ എടുക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഒരാൾ വന്നു. ഇവർ രണ്ടാളും എല്ലാവരും എന്നെ കുഞ്ചമ്മ തന്നെയാണ് കേട്ടോ വിളിക്കുക. അപ്പോൾ കുഞ്ചമ്മ ഞങ്ങളെയും കൂടെ വീഡിയോ എടുക്കുന്ന മറ്റേ ഒരാളിതാ പുറകിൽ വന്ന് കുറേ നേരമായി നിൽക്കുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു, സമാധാനത്തോടെ പോയി കിടന്നിറങ്ങി. കാരണം നാളെ രാവിലെ 4 മണിക്ക് എണീക്കണം, 5:15 നമുക്ക് ബസ്സുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ടാറ്റ.